നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. 4-ാമത്തെ ശ്ലോകം. ത്വദ്ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ത ചന്ദാംസി കേശവ ഘനാഃ സ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. ഹേ വിശ്വകന്ത, ഈശ്വര, പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ, ത്വദ്ബ്രഹ്മരന്ധ്രപദം, അവിടുത്തെ ശിരോമധ്യത്തിലുള്ള ബ്രഹ്മരന്ധ്രം എന്ന സുഷിരത്തിൻ്റെ സ്ഥാനം വേദങ്ങളാകുന്നു. ഛന്ദാംസി, വേദങ്ങളാകുന്നു. ഹേ കേശവ, തവ കേശപാശാഃ, നിന്തിരുവടിയുടെ വിശേഷപ്പെട്ട തലമുടി ഘനാഃ, മേഘങ്ങളാകുന്നു. ഉല്ലാസി ചില്ലിയുഗളം, ഉല്ലസിച്ചിയങ്ങുന്ന പുരികക്കൊടികൾ. ദ്രുഹിണസ്യ ഗേഹം, ബ്രഹ്മാവിൻ്റെ ആസ്ഥാനവും. പക്ഷ്മാണി, കൺപോളകൾ. രാത്രി ദിവസവും, രാപ്പകലുകളും. നേത്രേ, കണ്ണുകൾ. സവിതാച, സൂര്യനുമാകുന്നു. സർവലോക സൃഷ്ടിക്കും ഹേതുഭൂതമായ വേദങ്ങളെ ഉത്തമാംഗത്തിലും പ്രധാനമായ ബ്രഹ്മരന്ധ്രമായി കൽപ്പിച്ചിരിക്കുകയാണ്. പ്രകൃതിയിലുള്ള മറ്റു വസ്തുക്കളെ ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങളായി കൽപ്പിച്ചിരിക്കുന്നതാണ് ഇനി അങ്ങോട്ടുള്ള 6 ശ്ലോകത്തിൽ പറയുന്നത്. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ത ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ.